അനുഗ്രഹ ആയുർ കെയർ ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം. അനുഗ്രഹ ആയുർ കെയറിന്റെ സേവനം ഇനി മുതൽ തൊഴുപാടത്തും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് 50% മുതൽ 70% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. ഉപജീവനമാർഗം സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന ജനങ്ങൾ ചോദിക്കുന്നു, ഇനി സ്വന്തം ജീവനും കൂടി ത്യജിക്കേണ്ടി വരുമോ? വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവനുകൾ പൊലിക്കുന്ന വാർത്തകൾ കൂടി വരുമ്പോൾ ചേലക്കര മേഖലയിലും പുലി ഇറങ്ങിയെന്ന അഭ്യൂഹത്തിന് ഭീതി ഒഴിയുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഇടതോരാതെ ഇടം പിടിക്കുന്ന ഒന്നാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരുടെ ജീവൻ പോലും എടുക്കുന്ന കാഴ്ചകൾ. കൃഷിയും മറ്റു സാധന സാമഗ്രികളും നശിപ്പിക്കുന്നത് വേദനയേറിയ കാഴ്ചയായിരുന്നു മുൻപൊക്കെ. എന്നാൽ ഇന്നത് മാറി. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ ഓരോ ജീവനും പൊലിയുന്നതിന് പൊതുജനങ്ങൾ സാക്ഷിയാകേണ്ടി വരുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. പുലിയും മാനയും പന്നികളും എന്നു വേണ്ട എല്ലാ കാട്ടുമൃഗങ്ങളും ഇപ്പോൾ നാട് വാഴുന്ന കാഴ്ചയായി മാറുകയാണ്. കടുത്ത ചൂട് കാടിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാക്കുകയും ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയെ പ്രാപിക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഈ ദയനീയ സ്ഥിതിയിൽ കരുണ കാണിക്കുക തന്നെ വേണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോഴും ഇരിക്കുന്ന കൊമ്പ് വെട്ടിമാറ്റുന്ന സ്ഥിതിയാണ് മനുഷ്യൻ നേരിടുന്നത്. ആനയുടെ ചവിട്ടേറ്റ് വയനാട്ടിൽ കർഷകനായ ഒരു ഗൃഹനാഥൻ മരണപ്പെട്ടതുൾപ്പെടെ അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി മരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർത്തിയെങ്കിലും താൽക്കാലിക പരിഹാരമെന്നല്ലാതെ പൊതുജനജീവന് യാതൊരു സുരക്ഷയുമില്ല എന്നതിന് തെളിവാണ് നിരന്തരമായി വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്ന സംഭവങ്ങൾ. ചേലക്കര മേഖലയിലെ എളനാട്ടിലും വടക്കാഞ്ചേരി മേഖലയിലെ തെക്കുംകര പഞ്ചായത്തിലും പുലിയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. വനപാലകർക്ക് ഇതൊരു അഭ്യൂഹം മാത്രമായിരുന്നു. എന്നാൽ നേരിട്ട് കണ്ട പ്രദേശവാസികളുടെ നടുക്കം ഇതുവരെയും മാറിയിട്ടില്ല. കണ്ട കാഴ്ചകൾ വിവരിക്കുമ്പോൾ കണ്ണിലെ ഭയം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ജീവൻ പണയം വെച്ചുകൊണ്ടാണെന്ന്. വനപാലകരെ വിവരമറിയിച്ചുവെങ്കിലും കാൽപ്പാടുകൾ കാണാത്തതിനെ തുടർന്ന് പുലിയിറങ്ങിയത് സ്ഥിരീകരിക്കാത്ത വാർത്തയായി മാറി. നാട്ടുകാരുടെ ഭീതി അകറ്റാൻ കൂടും സ്ഥാപിച്ചു. വടക്കാഞ്ചേരി മേഖലയിൽ വളർത്തുനായ്ക്കളെ കാണാതാകുന്നത് നിത്യസംഭവമായി മാറി. കുറച്ചുകാലം മുൻപ് വരെ കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായിരുന്നു. വിയർപ്പൊഴുക്കി അധ്വാനിച്ചവന്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചിട്ടും ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടും കാടിനോട് ചേർന്ന പ്രദേശത്ത് ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന നിലപാടിലായിരുന്നു അധികാരികൾ. പുലിയെയും കാട്ടാനകളെയും ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പന്നികളും മാനുകളും മയിലുകളുമെല്ലാം സ്ഥിരം സന്ദർശകരായതുകൊണ്ട് കർഷകർ അനുഭവിക്കുന്ന തീരാ ദുരിതത്തിനു പുറമെ ജീവനും കൂടി പണയം വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാട്ടുമൃഗങ്ങളുടെ ഭീതി അകറ്റാൻ ഇനി എന്തു വേണമെന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. CCV ന്യൂസ്, ചേലക്കര.